ഓക്കെ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ എടുക്കുന്ന വിഷയം ബ്ലോക്ക് 02-ലെ മാക്രോ എക്കണോമിക്സിലെ യൂണിറ്റ് 4 ആണ്. കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക് സിസ്റ്റമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക് സിസ്റ്റം? ഓക്കെ, എന്താണ് കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക് സിസ്റ്റം എന്താണെന്ന് നോക്കാം. നോക്കിക്കേ, കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക് സിസ്റ്റം നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം. നമ്മൾ അതിന് തൊട്ട് മുന്നേ നമ്മൾ എന്താണ് ക്ലാസിക്കലാണ് പഠിച്ചല്ലേ. അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്ത് കെയ്നീഷ്യൻ വരുമ്പോൾ എന്തായിരിക്കും? ഒരു കോൺട്രാഡിക്ടറി ആയിരിക്കും അല്ലേ. നമുക്ക് നോക്കാം. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ജോൺ മെയ്നാർഡ് കെയ്ൻസ് ഇൻ ദി 1930s. ഇതാരാണ് ഡെവലപ്പ് ചെയ്തത്? കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക് ഡെവലപ്പ് ചെയ്തത് ജോൺ മെയ്നാർഡ് കെയ്ൻസ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആണ്. അതേപോലെ ഇത് ഡെവലപ്പ് ചെയ്ത വർഷം ഏതാണ്? 1930s. മനസ്സിലായല്ലോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കൂ. ഇറ്റ് വാസ് എ റെസ്പോൺസ് ടു ദി ഗ്രേറ്റ് ഡിപ്രഷൻ ആൻഡ് എയിംഡ് ടു എക്സ്പ്ലെയിൻ വൈ മാർക്കറ്റ് എക്കണോമീസ് could remain in a state of prolonged depression with high levels of unemployment and low levels of economic output. എന്താ പറഞ്ഞേ? ഇത് എന്തിൻ്റെ ഭാഗമായിട്ടാണ് കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക് സിസ്റ്റം എന്തിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്? നമ്മുടെ എക്കണോമിയിൽ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായിരുന്നു. ഗ്രേറ്റ് ഡിപ്രഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്? ഡിപ്രഷൻ എന്തായിരുന്നു? ഹൈ ലെവൽസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇവിടെ എന്താണ്? കൂടുതൽ ലെവല് അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടായി. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? എക്കണോമിക് ഔട്ട്പുട്ടിൻ്റെ ലെവൽസ് എന്തായിരിക്കും? ഒത്തിരി അങ്ങ് കുറവായിരുന്നു. ലോ ലെവൽസ് ഓഫ് എക്കണോമിക് ഔട്ട്പുട്ടായിരുന്നു. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞത് എന്താണ്? ഇത് ഡെവലപ്പ് ചെയ്തത്, ഈ കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് ബ്രിട്ടീഷ് എക്കണോമിസ്റ്റായ ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണ്. അദ്ദേഹം 1930-ലാണ് ഈ ഒരു എക്കണോമിക് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. അതുപോലെ തന്നെ എന്തിൻ്റെ റെസ്പോൺസായിട്ടാണ് ഇത് വന്നത്? ഗ്രേറ്റ് ഡിപ്രഷൻ്റെ റെസ്പോൺസായിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുമ്പം ഹൈ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ലോ ലെവൽ ഓഫ് എന്തായിരിക്കും? എക്കണോമിക് ഔട്ട്പുട്ടുമായിരുന്നു. അതായിരുന്നു ഗ്രേറ്റ് ഡിപ്രഷൻ. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് ഗ്രേറ്റ് ഡിപ്രഷൻ വന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്രയാണ് നമുക്ക് ഉണ്ടായ പ്രശ്നം. ഓക്കെ, കോൺട്രാസ്റ്റ് വിത്ത് ക്ലാസിക്കൽ എക്കണോമിക് തിയറി. നമ്മൾ പറഞ്ഞല്ലോ, കെയ്നീഷ്യൻ തിയറി എന്തിൻ്റെ കോൺട്രാസ്റ്റിനായിരിക്കും? ക്ലാസിക്കൽ എക്കണോമിക് തിയറിയെ എന്താണ് മൊത്തത്തിൽ അങ്ങ് മാറ്റിയിട്ട് കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക് സിസ്റ്റം കൊണ്ടുവരാണ്. ക്ലാസിക്കലിൻ്റെ എല്ലാ അഭിപ്രായങ്ങളും തെറ്റാണ് എന്നുള്ള രീതിയിലാണ് കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക് സിസ്റ്റം വന്നത്. ഓക്കെ, എംഫസൈസസ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ ദി എക്കണോമി. നമ്മുടെ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് എന്തായിരുന്നു പറഞ്ഞേ? ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ വന്നു കഴിഞ്ഞാൽ അത് എക്കണോമിക്ക് ഹാംഫുൾ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക് സിസ്റ്റം എന്താ പറയുന്നത്? ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ആരാണ് സഹായിക്കുന്നത്? ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷനാണ് സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് കെയ്നീഷ്യൻ എക്കണോമിക്സ് ഒക്കെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. ഫോക്കസസ് ഓൺ സ്റ്റെബിലൈസിങ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, എയിംസ് ടു അച്ചീവ് ആൻഡ് മെയിൻറ്റെയിൻ ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, നോക്കിക്കേ, അഗ്രിഗേറ്റ് ഡിമാൻഡിനെ സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ട് ഫോക്കസ് ചെയ്യുന്നതിലാണ്? അഗ്രിഗേറ്റ് ഡിമാൻഡിലാണ്. ആ അഗ്രിഗേറ്റ് ഡിമാൻഡിനെ സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് അച്ചീവ് ചെയ്യുമെന്നാണ് പറഞ്ഞത്? ഫുൾ എംപ്ലോയ്മെൻറ്റ് അച്ചീവ് ചെയ്യുമെന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഇവിടെയും ഫുൾ എംപ്ലോയ്മെൻറ്റ് തന്നെയാണ് എയിം. പക്ഷേ ഇവിടെ എന്താണ്? അഗ്രിഗേറ്റ് ഡിമാൻഡിനെ എന്താണ് സ്റ്റെബിലൈസ് ചെയ്തിട്ട് എങ്ങനെ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാക്കാം, അതാണ് ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലാസിക്കലിൻ്റെ മറ്റൊരു പറഞ്ഞായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഹാംഫുൾ ആണെന്ന് എക്കണോമിയിൽ. പക്ഷേ ഇവിടെ കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക് സിസ്റ്റം എന്താ പറയുന്നത്? ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷനാണ് പ്രധാനപ്പെട്ടത്, അവയാണ് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സഹായിക്കുന്നത് എന്നാണ് അവരഭിപ്രായപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക് സിസ്റ്റത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ആദ്യം കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക് സിസ്റ്റം ഇത് ബ്രിട്ടീഷ് എക്കണോമിസ്റ്റായ ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണ് കൊണ്ടുവന്നത്. 1930s കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റെസ്പോൺസാണ് ഗ്രേറ്റ് ഡിപ്രഷൻ്റെ റെസ്പോൺസ് ആയിട്ടാണ് വന്നത്. അതുപോലെ തന്നെ ഇത് ക്ലാസിക്കൽ എക്കണോമിക് തിയറിക്ക് ഓപ്പോസിറ്റാണ് കെയ്നീഷ്യൻ എക്കണോമിക് തിയറി കൊണ്ടുവന്നത്. പിന്നെന്താണ്, ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷനാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഫുൾ എംപ്ലോയ്മെൻറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് അഗ്രിഗേറ്റ് ഡിമാൻഡിനെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നതാണ് ഇവിടുത്തെ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഇത് നമുക്ക് വിശദീകരിച്ച് എഴുതാനും പറ്റും. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ എന്ന് പറയുമ്പോൾ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇതിന് മുന്നിട്ടിറങ്ങുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക് സിസ്റ്റത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടും കിട്ടിയല്ലോ. ഇനി അടുത്ത നോക്കാം. ഇനി കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക് സിസ്റ്റത്തിൽ കുറച്ച് അസംഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് എല്ലാം നമ്മുടെ ക്ലാസിക്കൽ എക്കണോമിക് തിയറിക്ക് ഓപ്പോസിറ്റ് ആണെന്നുള്ളത് ഓർത്താൽ മതി അല്ലേ. ക്ലാസിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ കെയ്നീഷ്യൻ പഠിക്കാൻ എളുപ്പമല്ലേ. ക്ലാസിക്കലിൻ്റെ അസംഷനെല്ലാം ഓപ്പോസിറ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, കെയ്നീഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് നോക്കിയേ, പ്രൈസസ് ആൻഡ് വേജസ് ആർ സ്റ്റിക്കി ഓർ ഇൻഫ്ലെക്സിബിൾ. അതായത് പ്രൈസസും വേജസും മറ്റേനകത്ത് എന്താണ്, ഫ്ലെക്സിബിൾ ആയിരുന്നു അല്ലേ. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്, സ്റ്റിക്കി ആണോ ഓർ ഇൻഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ ആണോ? അല്ല, ഇൻഫ്ലെക്സിബിൾ ആണെന്നാണ് പറയുന്നത്. ദെയർ മേ ബി ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. ഇവിടെ എന്തിന് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്, ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. ഇവിടെ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. മറ്റേതെന്തായിരുന്നു, ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ, ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ അവർക്ക് അവരുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു അതിൻ്റെ ബേസിസിൽ എന്ത് കിട്ടുന്നില്ല, അവർക്കൊരു ജോലി കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. അതാണ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ചാൻസസ് ഉണ്ട്, ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റിന് ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ കൺസംഷൻ ആൻഡ് സേവിങ് ഡിസിഷൻസ് ആർ ബേസ്ഡ് ഓൺ കറൻറ്റ് ഇൻകം. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആർ ബേസ്ഡ് ഓൺ ഇൻട്രസ്റ്റ് റേറ്റ്സ്. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഈസ് നെസസറി ടു സ്റ്റെബിലൈസ് ദി എക്കണോമി. ഇനി ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നോക്കിയേ, പ്രൈസസ് ആൻഡ് വേജസ് ആർ സ്റ്റിക്കി ഓർ ഇൻഫ്ലെക്സിബിൾ. നോക്കാം. അക്കോർഡിംഗ് ടു കെയ്ൻസ്, prices and wages do not adjust quickly in response to change in demand and supply in the economy. This means the changes in demand and supply can lead to unemployment or inflation. അതായത് നമ്മുടെ ഡിമാൻഡിലെയും സപ്ലൈയിലെയും ചേഞ്ചസ് എന്തിന് കാരണമായേക്കാം, അൺഎംപ്ലോയ്മെൻറ്റിനും ഇൻഫ്ലേഷനും കാരണമായേക്കാം. And that government intervention may be necessary to stabilize the economy. ഈ എക്കണോമിയെ സ്റ്റെബിലൈസ് ചെയ്യാൻ ആര് തന്നെ വേണം, ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ തന്നെ വേണമെന്നാണ് പറയുന്നത്. അതായത് പ്രൈസസ് ആൻഡ് വേജസ് ഡു നോട്ട് അഡ്ജസ്റ്റ് ക്വിക്കലി ഇൻ ദി റെസ്പോൺസ് ടു ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. നമ്മൾ പെട്ടെന്ന് തന്നെ പ്രൈസസിലും വേജസിലും ചേഞ്ചസ് വരുത്തുവാണെങ്കിൽ അതെന്തിന് കാരണമാകുമെന്നാണ് പറഞ്ഞേ, ഡിമാൻഡും സപ്ലൈയിലും ചേഞ്ചസ് ഉണ്ടാക്കാൻ കാരണമാകുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ചേഞ്ചസ് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്തിന് കാരണമാവും, അൺഎംപ്ലോയ്മെൻറ്റിനും ഇൻഫ്ലേഷനും ഒക്കെ കാരണമാവും. അപ്പോൾ ആരുടെ സഹായം തന്നെ വേണം, ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ തന്നെ വേണമെന്നാണ് കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക് സിസ്റ്റം പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദെയർ മേ ബി ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. എന്താ അങ്ങനെ പറയാൻ കാര്യം, Keynes believed that it is possible for an economy to experience involuntary unemployment, where there are people who are willing and able to work but are unable to find jobs. This can happen when there is a deficiency of aggregate demand in the economy. അപ്പം അഗ്രിഗേറ്റ് ഡിമാൻഡിലെ ഡെഫിഷ്യൻസിയാണ് ഇത് സംഭവിക്കാൻ കാരണമാണ് അല്ലേ. ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്താണ്, ഹു ആർ വില്ലിങ് ആൻഡ് ഏബിൾ ടു വർക്ക്. അവർക്ക് വില്ലിങ് ആണ്, വർക്ക് ചെയ്യാൻ ഏബിളാണ്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള ജോലി ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഫൈനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല.
അതാണ്, അത് എന്തിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ്? ചിലപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഇത് സംഭവിക്കാമെന്നാണ് പറയുന്നത്. അടുത്ത നോക്കിയേ, കൺസംഷൻ ആൻഡ് സേവിങ് ഡിസിഷൻസ് ആർ ബേസ്ഡ് ഓൺ കറണ്ട് ഇൻകം. നോക്കാം, കെയ്ൻസ് ആർഗ്യൂഡ് ദാറ്റ് ഇൻഡിവിജ്വൽസ് കൺസംഷൻ ആൻഡ് സേവിങ് ഡിസിഷൻസ് ആർ ലാർജ്ലി ഡിറ്റർമൈൻഡ് ബൈ ദെയർ കറണ്ട് ഇൻകം റാദർ ദാൻ ദെയർ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ഇൻകം. This means that changes in income can have a significant impact on consumption and saving levels in the economy. അതായത് നമ്മുടെ കറണ്ട് ഇൻകത്തിലുള്ള ഇൻകത്തിലെ ചേഞ്ചസ് എന്തിന് കാരണമാകുന്നുണ്ട്? നമ്മുടെ കൺസംഷനെയും നമ്മുടെ സേവിങ് ഡിസിഷൻസിനെയും ഒക്കെ ബാധിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ കറണ്ട് ഇൻകം എത്രയാണോ, ഇപ്പോൾ ഇൻകത്തിനനുസരിച്ച് ഇപ്പോൾ എനിക്ക് ഈ മാസം കിട്ടുന്ന ഇൻകം ആയിരിക്കത്തില്ല ചിലപ്പോൾ അടുത്ത മാസം എനിക്ക് കിട്ടുന്നത്. അപ്പം ഈ മാസം കിട്ടുന്നതിനേക്കാളും ചിലപ്പോൾ എനിക്ക് അടുത്ത മാസം കൂടുതൽ കിട്ടിയേക്കാം. ഈ മാസത്തിനേക്കാളും കൂടുതൽ ഞാൻ കൺസ്യൂം ചെയ്യുന്നത് അടുത്ത മാസവുമായിരിക്കും അല്ലേ? അപ്പം അങ്ങനെ നമ്മുടെ ഇൻകത്തിൻ്റെ അനുസരിച്ചാലും കൺസംഷനും സേവിങ്സും നടക്കുന്നതെന്നാണ് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആർ ബേസ്ഡ് ഓൺ ഇൻട്രസ്റ്റ് റേറ്റ്. എന്താ അത് പറയുന്നത്? കെയ്ൻസ് ബിലീവ് ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആർ പ്രൈമർലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ദാറ്റ് ചേഞ്ചസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്സ് ക്യാൻ ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ ദി ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദി എക്കണോമി. അതായത് നമുക്ക് എത്ര നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എത്രയാണോ അതിൻ്റെ ബേസിസിലായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് നിർണ്ണയിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത പോയിൻ്റാണ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഈസ് നെസസറി ടു സ്റ്റെബിലൈസ് ദി എക്കണോമി. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം എന്താണ്? ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ നെസസറിയാണ് എന്തിനു വേണ്ടിയിട്ട്? എക്കണോമിയെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ അനിവാര്യമാണ് എന്നാണ് ആ കെയ്നീഷ്യൻ എക്കണോമിക്സ് തിയറി പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ ആരുടെ ഇൻ്റർവെൻഷനാണ് സഹായിക്കുന്നതെന്നാണ് പറയുന്നത്? ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷനാണ് സഹായിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്താണ് കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക് സിസ്റ്റം, അതിൻ്റെ ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിൻ്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞു, ഗ്രേറ്റ് ഡിപ്രഷനാണ് ഇതിന് വഴിതെളിച്ചതെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് അസംഷൻസ് ആണ്. പ്രൈസസ് ആൻഡ് വേജസ് ആർ സ്റ്റിക്കി ഓർ ഇൻഫ്ലെക്സിബിൾ. അതിൽ മാറ്റം വരുമ്പോൾ എന്തിലും മാറ്റം ഉണ്ടാകും? സപ്ലൈയിലും ഡിമാൻഡിലും ചേഞ്ചസ് ഉണ്ടാകും. ആ ചേഞ്ചസ് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റിനും കാരണമാകും. പിന്നെ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ കൂടിയാണ് അതിനെ നികത്താനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞത് ദെയർ മേ ബി ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. ചിലപ്പോൾ ഇവിടെ ഒരു ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റിന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കൺസംഷൻ ആൻഡ് സേവിങ് ഡിസിഷൻസ് ആർ ബേസ്ഡ് ഓൺ കറണ്ട് ഇൻകം. കൺസംഷനും സേവിങ്സും നമ്മുടെ ഇൻകത്തിൻ്റെ ബേസിസ് ചെയ്തിട്ടായിരിക്കും എന്ത് വരുന്നത്? കൺസംഷനും സേവിങ്ങും ഡിസിഷൻ ചെയ്യാം. നമ്മൾ എത്ര കൺസ്യൂം ചെയ്യണം, എത്ര സേവ് ചെയ്യണം എന്നുള്ള ഡിസിഷൻസ് എന്തിലാണ്? നമ്മുടെ ഇൻകത്തിൻ്റെ ബേസിസിലായിരിക്കും. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആർ ബേസ്ഡ് ഓൺ ഇൻട്രസ്റ്റ് റേറ്റ്. ഓരോ ഇൻട്രസ്റ്റ് റേറ്റും നിർണ്ണയിക്കുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണോ അതിൻ്റെ ബേസിസിലായിരിക്കും. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഈസ് നെസസറി ടു സ്റ്റെബിലൈസ് ദി എക്കണോമി. നമ്മൾ ഇതുവരെ പറഞ്ഞതും അത് തന്നെയാണ്. എല്ലാം ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷനിലൂടെയാണ് ഇതെല്ലാം നടക്കുന്നതെന്നാണ് കെയ്നീഷ്യൻ എക്കണോമിക് തിയറി അസ്യൂം ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫങ്ഷൻ ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ ഫങ്ഷൻ. നമ്മൾ പറഞ്ഞു മാക്രോ എക്കണോമിക്സിൽ നമ്മൾ എപ്പോഴും അവിടെ കണക്കാക്കുന്നത്, അവിടെ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്ന അഗ്രിഗേറ്റ് ഡിമാൻഡാണ്, അഗ്രിഗേറ്റ് സപ്ലൈ ആണ് എന്നൊക്കെ നമ്മൾ മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ? ഇനി നമ്മൾ അതിലേക്ക് പോവാണ്. എന്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫങ്ഷൻ, എന്താണ് അഗ്രിഗേറ്റ് സപ്ലൈ ഫങ്ഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് നോക്കിക്കേ, അഗ്രിഗേറ്റ് സപ്ലൈ ഫങ്ഷൻ. എന്താണ് അഗ്രിഗേറ്റ് സപ്ലൈ ഫങ്ഷൻ? ഇറ്റ് ഈസ് ആൻ ഇൻക്രീസിങ് ഫങ്ഷൻ ഓഫ് ദി ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ്. അഗ്രിഗേറ്റ് സപ്ലൈ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻക്രീസിങ് ഫങ്ഷനാണ്. എന്തിൻ്റെ? ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ഇൻക്രീസിങ് ഫങ്ഷനെയാണ് എന്തെന്ന് പറയുന്നത്? അഗ്രിഗേറ്റ് സപ്ലൈ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അഗ്രിഗേറ്റ് സപ്ലൈ എന്തായിരിക്കും? Aggregate supply refers to the value of total output of goods and services produced in an economy in a year. ഒരു വർഷം നമ്മുടെ എക്കണോമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ടോട്ടൽ ഔട്ട്പുട്ടിനെയാണ്
എന്തെന്ന് പറയുന്നത്? അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം ഉൽപ്പാദിപ്പിക്കുന്നു അതാണല്ലോ അതിൻ്റെ വാല്യൂ ആണല്ലോ. ആ ടോട്ടലിനെയാണ് നമ്മൾ ഒരു വർഷം നമ്മുടെ എക്കണോമിയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ടിൻ്റെ വാല്യൂവിനെയാണ് അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. എന്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ പറയുന്നത്? അപ്പം aggregate demand function refers to the amount of money which the entrepreneurs expect to receive from the sale of output produced at a particular level of employment. ഒരു particular level of employmentൽ നിന്ന് ഒരു എൻ്റർപ്രണറിന് ലഭിക്കുന്ന, അയാൾ കൊടുക്കുന്ന സെയിലിൽ നിന്ന് അയാൾക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അതിൻ്റെ ടോട്ടലിനെയാണ്, എമൗണ്ട് ഓഫ് മണിയാണ് അദ്ദേഹം എന്തെന്ന് പറയുന്നത്? അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനകത്ത് എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട്? കൺസംഷൻ എത്രത്തോളം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്യുന്നു. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ്, ഗവൺമെൻറ് എത്രത്തോളം ഡിമാൻഡ് ചെയ്യുന്നു, ഗവൺമെൻറ്. പിന്നെ എക്സ്പോർട്ടും ഇമ്പോർട്ടും, അതിൻ്റെ നെറ്റ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ടാണ് എന്തെന്ന് പറയുന്നത്? നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പം നെറ്റ് എക്സ്പോർട്ട് എത്രയാണ്? ഇതെല്ലാം കൂടി ഇതിൻ്റെ എല്ലാം ആകെ ടോട്ടലാണെന്തെന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡിമാൻഡ് എന്താണെന്ന് അറിയാമല്ലോ. ഡിമാൻഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആളുകൾ വാങ്ങാൻ, അല്ലെങ്കിൽ ആളുകൾ വില്ലിങ് ആവുന്നത്, അല്ലെങ്കിൽ ആളുകൾ അതിനെ എന്ത് ചെയ്യുന്നത്, അയാൾ അത് വാങ്ങാൻ താല്പര്യപ്പെടുന്നത്, അയാൾക്കത് കൊടുക്കാനുള്ള എബിലിറ്റി ടു പേ, കൊടുക്കാനുള്ള കഴിവ്, ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഡിമാൻഡ് എന്ന് പറയുന്നത് അല്ലേ. ഇതെല്ലാം കൂടി ചേരുന്ന ഒരാൾ ഒരു സാധനം വാങ്ങുന്നതിനെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർഷം തന്നെ എത്രത്തോളം ആളുകൾ ഓരോ ഗുഡ്സ് ആൻഡ് സർവീസസും ഡിമാൻഡ് ചെയ്യുന്നു എന്നതിൻ്റെ ആകെ ടോട്ടലായിരിക്കുമല്ലോ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവയല്ല, നമ്മൾ പറഞ്ഞ ഈ കൺസംഷനും ഈ ഇൻവെസ്റ്റ്മെൻറ്റും ഗവൺമെൻറ്റും നെറ്റ് എക്സ്പോർട്ടും കൂടി എല്ലാം കൂടി ചേരുന്നതാണെന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഡൗട്ടൊന്നുമില്ലല്ലോ. ഫസ്റ്റ് അഗ്രിഗേറ്റ് സപ്ലൈ എന്താണെന്ന് പറഞ്ഞു. ഒരു വർഷം ഒരു എക്കണോമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ വാല്യൂവിനെയാണ് എന്തെന്ന് പറയുന്നത് അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞു നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ പറഞ്ഞു. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺസംഷനും സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും നെറ്റ് എക്സ്പോർട്ടും എല്ലാം കൂടി ചേരുന്നതാണെന്തെന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. നെക്സ്റ്റ് നോക്കാം. ഇനി നമുക്ക് അതിൻ്റെ ഒരു പിക്ചർ നോക്കാം. ഇക്വിലിബ്രിയം ADF ആൻഡ് ASF. എന്താണ് ഇക്വിലിബ്രിയം? അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ. എങ്ങനെയാണ് ഇതിൻ്റെ ഇക്വിലിബ്രിയം? അതിന് പിക്ചർ കണ്ടില്ലേ? എക്സ് ആക്സിസിൽ എംപ്ലോയ്മെൻറ്റ്, വൈ ആക്സിസിൽ പ്രൊസീഡ്സ് ഓർ റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കൂ. ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് in an economy is determined by the intersection of ADF and ASF. എത്ര എമൗണ്ട് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണോ, ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഒരു എക്കണോമിയിലെ ആക്ച്വൽ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ASFൻ്റെയും ADFൻ്റെയും ഇൻട്രാക്ഷൻ ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത് ആക്ച്വൽ എമൗണ്ട് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ് അവിടെ നടക്കുന്നത്. മനസ്സിലായില്ലേ? രണ്ടാമത്തെ പോയിന്റ് നോക്കിയത് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ബിറ്റ്വീൻ ADF ആൻഡ് ASF. ADFും ASFും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് റെപ്രസെൻറ്റ് ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇൻ ആൻ എക്കണോമി. അതായത് ഈ ASFും ഇവിടെ പിക്ചർ കണ്ടില്ലേ, ഈ ASFും ADFും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇൻ ആൻ എക്കണോമി. നമ്മുടെ എക്കണോമിയിലെ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും ചേരുന്നതാണെന്തെന്ന് പറയുന്നത് ഈ എന്ന് പറയുന്ന പോയിന്റ്. മനസ്സിലായല്ലോ? ASFും ADFും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഇക്വിലിബ്രിയം പോയിന്റ്. ഈ ഇക്വിലിബ്രിയം പോയിന്റിനെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇൻ ആൻ എക്കണോമി. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം ADF ആൻഡ് ASF. അതിൻ്റെ പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, ദെയർ ഈസ് നോ പ്രഷർ ഫോർ പ്രൈസസ് ടു ചേഞ്ച്. എന്താ പറയുന്നത്? ഇവിടെ എന്തെങ്കിലും
പ്രഷറുണ്ടോ? പ്രൈസസ് ചേഞ്ച് ചെയ്യാനുള്ള പ്രഷറുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? The quantity of goods and services demanded equals the quantity of goods and services supplied. അതായത് നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് ചെയ്യുന്നോ അതിന് ഈക്വൽ ആയിരിക്കും ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുന്നതും. ഓക്കെ, അത് ഈക്വൽ ആയതുകൊണ്ട് തന്നെയാണ് there is no pressure for prices to change. ഓക്കെ, മനസ്സിലായില്ലേ? When the economy is at equilibrium, the quantity of goods and services demand equals the quantity of goods and services supplied, and there is no pressure for prices to change. അവിടെ അതുകൊണ്ട് തന്നെ എന്ത് പ്രഷർ ഇല്ല? പ്രൈസസ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു പ്രഷർ അവിടെ വരുന്നില്ല. ഓക്കെ, മനസ്സിലായല്ലോ? അത്രയും മനസ്സിലായല്ലോ? ഓക്കെ, നമ്മൾ അപ്പം ഇപ്പോൾ ഇതുവരെ എന്താ നോക്കിയത്? ആദ്യം നമ്മൾ നോക്കി കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക് സിസ്റ്റം എന്താണെന്ന് കണ്ടു, പിന്നെ അസംഷൻസ് കണ്ടു, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു, എന്നിട്ട് അതിൻ്റെ ഇക്വിലിബ്രിയം ADF-ഉം ASF-ഉം എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അടുത്ത ഭാഗം പ്രിൻസിപ്പിൾസ് ഓഫ് എഫക്റ്റീവ് ഡിമാൻഡ്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് കൺസ്യൂമേഴ്സ് ആർ വില്ലിംഗ് ആൻഡ് ഏബിൾ ടു പർച്ചേസ് അറ്റ് എനി ഗിവൺ പ്രൈസ്. എത്ര പ്രൈസിലാണോ സാധനങ്ങൾ വിൽക്കുന്നത് അത്രയും ആ പ്രൈസിൽ ആളുകൾ സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട് കൺസ്യൂമേഴ്സ് എന്താണ്? വില്ലിംഗ് ആണ്, അല്ലെങ്കിൽ ഏബിൾ ടു പർച്ചേസ് ആണ്, അല്ലേ? ഏത് പ്രൈസിലും അവർക്ക് സാധനങ്ങൾ വാങ്ങാൻ വില്ലിങ്ങും ഏബിളും ആണെങ്കിൽ അതിനെയാണ് എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത്, അല്ലേ? ഒരു സാധനം ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് ഡിമാൻഡ് ഉണ്ടെന്ന് പറയുന്നതല്ലേ എഫക്റ്റീവ് ഡിമാൻഡ്? അല്ലെങ്കിൽ അതിനൊരു വേസ്റ്റേജ് ഉണ്ടെന്ന് പറയുന്നത് എഫക്റ്റീവ് ഡിമാൻഡാണോ? അല്ല, അതിന് നല്ലൊരു ഡിമാൻഡ് ഉണ്ട്. ആ എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത് കാര്യക്ഷമമായൊരു ഡിമാൻഡ്, അല്ലെങ്കിൽ എന്താണ്, നല്ല ഡിമാൻഡ് ഉണ്ട്, ആ ഒരു പ്രോഡക്റ്റ് നല്ല ഡിമാൻഡ് ഉണ്ടെന്ന് പറയുന്നത് എത്ര പൈസ കൊടുത്തിട്ടാണെങ്കിലും ആ സാധനം വാങ്ങും എന്ന് അതിനുള്ള എബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ വില്ലിങ്നെസ്സും ഉണ്ടെങ്കിൽ അതിനെയാണ് എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി അതിനകത്ത് കുറച്ച് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ്? നമുക്ക് ഓരോ കാര്യം പറയുമ്പോൾ ഓരോ പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ. എഫക്റ്റീവ് ഡിമാൻഡിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തേത് കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, 2 ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, 3 മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, 4 ഇൻട്രസ്റ്റ് റേറ്റ്സ്, 5 ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. ഓക്കെ, ഓരോന്ന് നോക്കാം. കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. Effective demand is determined by the level of consumption and investment in the economy. കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും എത്രയാണെന്നുള്ളത് അതിൻ്റെ ലെവൽ വെച്ചിട്ടാണ് നമ്മൾ എഫക്റ്റീവ് ഡിമാൻഡ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് പറയുന്നു. കെയ്ൻസ് ബിലീവ്ഡ് ദാറ്റ് കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ദി 2 most important components of aggregate demand and that they determine the level of effective demand. അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡിന് ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങളെന്ന് പറയുന്നത് കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും ആണെന്നാണ് കെയ്ൻസ് ബിലീവ് ചെയ്യുന്നത്, വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പം അതെന്തിന് കാരണമാകുന്നു? അഗ്രിഗേറ്റ് ഡിമാൻഡ് അതായത് എഫക്റ്റീവ് ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യാൻ കാരണമാകുന്നു എന്നാണ് കെയ്ൻസ് വിശ്വസിക്കുന്നത്. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ? കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും എഫക്റ്റീവ് ഡിമാൻഡിലെ എസെൻഷ്യൽ എലമെൻറ്റ്സിൽ 2 എണ്ണമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത് നോക്കിയാൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. The distribution of income in the economy plays an important role in determining effective demand. എഫക്റ്റീവ് ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട റോളാണ് എന്തെന്ന് പറയുന്നത്? ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് ഇൻകം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ ഇറ്റ് ക്യാൻ ലീഡ് ടു എ സിറ്റുവേഷൻ വെയർ ദർ ഈസ് നോട്ട് ഇനഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ടു സപ്പോർട്ട് ഫുൾ എംപ്ലോയ്മെൻറ്റ്. നമ്മുടെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ഫുൾ എംപ്ലോയ്മെൻറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതും. ഓക്കെ, ഇനി മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം.
മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് വെച്ചാൽ എന്താണ്? ദ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം റെഫേഴ്സ് ടു ദി പ്രപ്പോർഷൻ ഓഫ് അഡീഷണൽ ഇൻകം ദാറ്റ് ഈസ് സ്പെൻഡ് ഓൺ കൺസംഷൻ. അതായത് MPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ അഡീഷണൽ ഇൻകം നമ്മൾ എത്ര കൺസ്യൂം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, കെയ്ൻസ് ബിലീവ് ദാറ്റ് ദി MPC ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്. MPC മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ല, ബട്ട് റാദർ വേരീസ് ഡിപ്പെൻഡിങ് ഓൺ ദി ലെവൽ ഓഫ് ഇൻകം. നമ്മുടെ ലെവൽ ഓഫ് ഇൻകത്തിനനുസരിച്ച് എന്ത് മാറുമെന്നാണ് പറയുന്നത്? നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് മാറുമെന്നാണ് ആര് പറയുന്നത്? കെയ്ൻസ് പറയുന്നത്. മനസ്സിലായി? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സ്റ്റേബിൾ അല്ല, അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ അവർ ഇൻകം, നമ്മുടെ ഇൻകത്തിനനുസരിച്ചാണ് അതിൻ്റെ മാറ്റം സംഭവിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ്സ്. ഇൻട്രസ്റ്റ് റേറ്റ്സ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഡിറ്റർമിനിങ് ദ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദി എക്കണോമി വിച്ച് ഇൻ ടേൺ അഫക്റ്റ് എഫക്റ്റീവ് ഡിമാൻഡ്. ഇതെന്താണ്? Keynes believed that the interest rate is not always sufficient to ensure that investment and saving are equal, and that government intervention may be necessary to ensure that effective demand is sufficient. Effective demand sufficient ആവാൻ വേണ്ടിയിട്ട് ആരുടെ ഇടപെടലുണ്ട്? ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ മേ ബി നെസസറി ആയിരിക്കുമെന്നാണ് എഫക്റ്റീവ് ഡിമാൻഡിനകത്ത് ഈ ഇൻട്രസ്റ്റ് റേറ്റിനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പറയുന്നത്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെയോ സേവിങ്സിനെയോ ഒന്നും സ്വാധീനിക്കുന്നില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല. അതായത് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഡിറ്റർമൈൻ ദ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദി എക്കണോമി. എക്കണോമിയിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ലെവലിൽ ഡിറ്റർമൈൻ ചെയ്യാനുള്ളതിന് ഇൻട്രസ്റ്റ് റേറ്റിന് നല്ലൊരു ക്രൂഷ്യൽ റോളാണ് ഉള്ളതെന്നാണ് പറയുന്നത്. വിച്ച് ഇൻ ടേൺ അഫക്റ്റ് എഫക്റ്റീവ് ഡിമാൻഡ്. ഇത് ചിലപ്പോൾ എന്തിനെ അഫക്റ്റ് ചെയ്യും? എഫക്റ്റീവ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുമെന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, പിന്നെ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. നമുക്കറിയാം എല്ലാ കാര്യങ്ങൾക്കും ഇപ്പം എഫക്റ്റീവായിട്ടുള്ള ഡിമാൻഡിന് വേണ്ടിയിട്ട് ആരുടെ ഇൻ്റർവെൻഷനോട് വേണം? ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഉണ്ടായിരിക്കണം. അത് പറയുന്നത് ഇങ്ങനെയാണ്: ദീസ് മേ ഇൻവോൾവ് ഗവൺമെൻറ് സ്പെൻഡിങ് ഓൺ പബ്ലിക് വർക്ക് പ്രോജക്ട്സ് ഓർ അതർ ഫോംസ് ഓഫ് ഫിസ്ക്കൽ സ്റ്റിമുലസ് ആസ് വെൽ ആസ് എന്താണ് മോണിറ്ററി പോളിസി മെഷേഴ്സ് സച്ച് ആസ് ഇൻട്രസ്റ്റ് റേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് എന്താണ് മോണിറ്ററി പോളിസീസൊക്കെ കൊണ്ടുവന്ന് ഫിസിക്കൽ പോളിസി മോണിറ്ററി പോളിസിയൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാനായിട്ട്, എഫക്റ്റീവ് ഡിമാൻഡ് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് സാധിക്കുമെന്നാണ് ലാസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം പ്രിൻസിപ്പിൾസ് ഓഫ് എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഉണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഉണ്ട്. ഇത്രയും മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം. എന്താണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ? നോക്കാം. അണ്ടർ എംപ്ലോയ്മെൻറ്റ് റെഫേഴ്സ് ടു ദി fact that the available resources are not being full employed. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ റിസോഴ്സസ് ഫുള്ളും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നുണ്ടോ? ഇല്ല. ഫുള്ളി എംപ്ലോയിഡ് ആണോ? അല്ല. അത് according to Keynesian theory, under employment equilibrium can occur when there is a lack of aggregate demand in the economy. Aggregate ഡിമാൻഡിൻ്റെ ലാക്നെസ് അല്ലെങ്കിൽ കുറവായിരിക്കും എന്തിന് കാരണമാകുന്നത്? അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയത്തിന് കാരണമാകുന്നതെന്നാണ് ആര് പറയുന്നത്? കെയ്നീഷ്യൻ പറയുന്നത്. അതായത് അതിന് കാരണം എന്താണ്? അഗ്രിഗേറ്റ് ഡിമാൻഡ് റെഫേഴ്സ് ടു ദി ടോട്ടൽ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദി എക്കണോമി. ഈ അഗ്രിഗേറ്റ് ഡിമാൻഡ് ലാക്നെസ് വരാൻ എന്താ കാരണം? നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ടോട്ടൽ ഡിമാൻഡ് ഫോർ ഗുഡ്സ്, നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ ഡിമാൻഡിനെയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ ലാക്നെസ് വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കുറവ് കൺസ്യൂം ചെയ്യുന്നതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ഇഫ് ദർ ഈസ് ഇൻസഫിഷ്യൻറ്റ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ബിസിനസ് വിൽ പ്രൊഡ്യൂസ് ലെസ്. അപ്പം
ആ ഗുഡ്സ് ആൻഡ് സർവീസസിന് എന്താണ് കുറവ് മാത്രമേ അതിന് ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിമാൻഡ് ആണെങ്കിൽ എന്താ വരുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, ലെസ് ആയിരിക്കും അല്ലേ. ബിസിനസ് വിൽ പ്രൊഡ്യൂസ് ലെസ് ലീഡിങ് ടു അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്. അപ്പം ഇതെന്തിന് കാരണമാവും, അൺഎംപ്ലോയ്മെൻറ്റിനും കാരണമാവും അണ്ടർ എംപ്ലോയ്മെൻറ്റിനും കാരണമാവും. മനസ്സിലായല്ലോ. ഇനി അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് വിത്ത് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം where the economy is producing its maximum potential output and there is no persistent unemployment. Keynesian economists argue that underemployment equilibrium is a real and significant phenomenon that can be addressed through government intervention such as fiscal and monetary policies designed to stimulate aggregate demand and reduce unemployment. ഈ ഒരു പ്രശ്നത്തെ കെയ്നീഷ്യൻ പറയുന്ന ഇതൊരു സ്വാഭാവികമായിട്ടുള്ള പ്രശ്നമാണ്. ഈ പ്രശ്നത്തെ തടയാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ വന്ന് ഫിസ്ക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും ഒക്കെ ആഡ് ചെയ്തിട്ട് അതിനെ ഡിസൈൻ ചെയ്തിട്ട് ഈ അഗ്രിഗേറ്റ് ഡിമാൻഡിനെ എന്ത് ചെയ്യും, സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അൺഎംപ്ലോയ്മെൻറ്റ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യുമെന്നാണ് ആര് പറയുന്നത്, കെയ്നീഷ്യൻ ആർഗ്യൂ ചെയ്യുന്നത്. മനസ്സിലായല്ലോ. കെയ്നീഷ്യൻ എക്കണോമിസ്റ്റ് ആർഗ്യൂ ചെയ്യുന്നത് ഇതൊരു ഫിനോമിനാണ്, ഇത് സാധാരണയായി കാണപ്പെടുന്നതാണ്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻസ് കൊണ്ടുവന്നാൽ മതിയെന്നാണ് ആര് പറയുന്നത്, കെയ്നീഷ്യൻ പറയുന്നത്. മനസ്സിലായല്ലോ. അതായത് ഫിസ്ക്കൽ പോളിസി മോണിറ്ററി പോളിസിയും ഒക്കെ കൊണ്ടുവന്നിട്ട് അഗ്രിഗേറ്റ് ഡിമാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും, അൺഎംപ്ലോയ്മെൻറ്റ് കുറയും. അത് എന്തിന് കാരണമാകുന്നു, ഈ അണ്ടർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് ആ ഒരു പ്രശ്നത്തെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ. ഓക്കെ. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത്, ആദ്യം നമ്മൾ നോക്കി എന്താണ് കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക് സിസ്റ്റം, അതിൻ്റെ അസംഷൻസ് നോക്കി, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനും അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷനും കണ്ടു, അതിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടു, പ്രിൻസിപ്പിൾസ് ഓഫ് എഫക്റ്റീവ് ഡിമാൻഡ് എന്താണെന്ന് പറഞ്ഞു, അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം എന്താണെന്നും പറഞ്ഞു. ഇനി കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു 9 എണ്ണം ഉണ്ട്. അതിൻ്റെ ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. ആദ്യം എന്നും പറയുന്ന പോലെ ക്വസ്റ്റ്യൻസ് വായിക്കുക, ആൻസേഴ്സ് എഴുതാൻ നോക്കുക, ശേഷം മാത്രം ആൻസേഴ്സും കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പം അതിന് ശേഷം മാത്രം അതിലേക്ക് പോവുക. ഓക്കെ, എന്താണെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൂ ഡെവലപ്ഡ് കെയ്നീഷ്യൻ എക്കണോമിക്സ്? സെക്കൻഡ് വൺ, കെയ്നീഷ്യൻ എക്കണോമിക്സ് എമർജ്ഡ് ഇൻ റെസ്പോൺസ് ടു വാട്ട്? എന്തിൻ്റെ റെസ്പോൺസ് കൊണ്ടാണ് കെയ്നീഷ്യൻ എക്കണോമിക്സ് എമർജ് ചെയ്തതെന്നുള്ളത്. അക്കോർഡിംഗ് ടു കെയ്ൻസ്, വാട്ട് ഡിറ്റർമൈൻസ് കൺസംഷൻ ഡിസിഷൻസ് ഓഫ് ഇൻഡിവിജ്വൽസ്? ഹൂ റോൾ ഡസ് government play in Keynesian economics during economic downturns? What term describes the stickiness of price and wages in Keynesian economics? According to Keynes, what is possible in an economy even with people willing and able to work? What is the concept that refers to the level of demand realized in an economy based on spending decisions? What does MPC stands for in Keynesian economics? When does equilibrium occur in Keynesian economics? Okay, ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, ശേഷം ആൻസർ എഴുതാൻ നോക്കുക, ശേഷം ആൻസേഴ്സ് നോക്കുക. ഓക്കെ, താങ്ക് യു.